അടുത്തതായിട്ട് നമ്മൾ ഇനി റോക്കറ്റ് ലോഞ്ചർ ഒരു സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ ടവർ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലേക്കാണ് നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ വിത്ത് സെർവോ അറ്റാച്ച്മെന്റ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിനെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലാഡറിലേക്ക്, അതായത് നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ ടവറിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നേരെ വരാത്ത രീതിയിൽ ആ ഒരു ഡയറക്ഷനിലേക്കാട്ടോ നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ റോക്കറ്റ് ലോഞ്ചർ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേരെ വരാത്ത രീതിയിൽ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ഈ റോക്കറ്റ് ലോഞ്ചറിന്റെ ഓപ്പണിംഗ് നമ്മൾ വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ റോക്കറ്റ് ലോഞ്ചർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റഡാറിലെ അൾട്രാസോണിക് സെൻസർ സെർവോ മോട്ടറിൽ ഇരുന്ന് ചുറ്റുപാടും സ്കാൻ ചെയ്യാൻ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന്. നമ്മുടെ പ്രോഗ്രാമിന്റെ ലോജിക് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. അതായത് ഈ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് 50 സെന്റിമീറ്റർ താഴെ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ആയിരിക്കും നമ്മുടെ അൾട്രാസോണിക് സെൻസറിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് 50 സെന്റിമീറ്ററിന് മുകളിലാണ്, അതായത് 60 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു ഒബ്ജക്റ്റ് ഈ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് ഉള്ളതെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റ് ആയിട്ട് കാണിക്കത്തില്ല. സോ നമുക്ക് 50 സെന്റിമീറ്ററിൽ താഴെ ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റുകളെ മാത്രമാണ് ഈ അൾട്രാസോണിക് സെൻസർ വെച്ച് നമ്മളിപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ലോജിക്ക് നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനൊരു ഒബ്ജക്റ്റിനെ, അതായത് എന്റെ കൈയാണ് ഇവിടെ ഞാനിപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ ഈ ഒബ്ജക്റ്റിനെ എന്റെ കൈ അൾട്രാസോണിക് സെൻസറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് എഴുതിക്കോ. അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് മുകളിലത്തെ റോക്കറ്റ് ലോഞ്ചർ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? അതായത് ഒരു ഒബ്ജക്റ്റ് എവിടെയാണോ ഉള്ളത് ആ ഒബ്ജക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നേരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിച്ചിട്ടാണോ നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ടുള്ളത്. ഈ റോക്കറ്റ് ലോഞ്ചറിന്റെ ഉള്ളിൽ നമ്മൾ റോക്കറ്റ് കൂടി വെക്കുന്നുണ്ട്. ആ റോക്കറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പോകുന്ന മിസൈൽ എന്ന് പറയുന്നത് ഇത് വിഷുവിനൊക്കെ നമ്മൾ വിടുന്ന വാണാണ്. അത് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ മല്ലു 1100 എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കാണ്. ഈ മിസൈലിന്റെ, അതായത് ഈ വാണത്തിന്റെ അറ്റത്തായിട്ട്, ഈ ഫ്യൂസിന്റെ അറ്റത്തായിട്ട് നമ്മളൊരു നിക്രോം വയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിന്റെ രണ്ട് അറ്റങ്ങളും തമ്മിൽ ഒരു റിലേയിലേക്ക് നമ്മളിനി കണക്ട് ചെയ്യും. അതിനുശേഷം റിലേ ട്രിഗർ ചെയ്യും നേരത്ത് ഈ ഫ്യൂസ് ചൂടായിട്ട്, അതായത് നിക്രോം വയറിന്റെ ടെമ്പറേച്ചർ കാരണം ഫ്യൂസ് ചൂടായി കത്തും. അങ്ങനെയാണ് നമ്മുടെ ഈ റോക്കറ്റ് ലോഞ്ച് ആകുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. സോ നമുക്ക് ആദ്യം നമ്മുടെ ഈ മിസൈൽ റോക്കറ്റ് ലോഞ്ചറിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ ഉള്ളിലേക്ക് നമ്മുടെ മല്ലു 1100 മിസൈൽ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നിക്രോം വയർ ഉപയോഗിച്ച് പടക്കം പൊട്ടിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ മുമ്പ് ഒരു തണ്ണിമത്തന്റെ ഉള്ളിൽ ഒരുപാട് ഗുണ്ട് വെച്ച് പൊട്ടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഇവിടെ പൊങ്ങി വരും, അത് കണ്ടാൽ മതി. ഇങ്ങനെ ഒരു മിസൈൽ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിൽ വെക്കുന്നതുകൊണ്ടാട്ടോ ഈ റോക്കറ്റ് ലോഞ്ചർ നമ്മുടെ നേരെ വെക്കാതെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ തുറന്നു വെച്ചത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ട് ഇവിടെ കംപ്ലീറ്റ് ആയേക്കുവാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഈ പ്രൊജക്ടിന്റെ ലോജിക് എന്താണെന്ന് ഞാൻ കുഞ്ഞിതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സെർവോ മോട്ടറിൽ നമ്മുടെ അൾട്രാസോണിക് സെൻസർ ചുറ്റുപാടും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഈ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് 50 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ ഉടനെ റിലേ ഓൺ ആവും. റിലേ ഓൺ ആയതിനു